ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ കേൾക്കാനാണ് പോകുന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയോ? എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഐസ് പോപ്സ്, പോപ്പ് സൈക്കിൾ, ഐസ് മിഠായി, കോലൈസ് അങ്ങനെയൊക്കെ പറയും നമ്മൾ, അല്ലേ? അപ്പോൾ ഒരുപാട് തരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഈ സാധനം ആരാണ് കണ്ടുപിടിച്ചത് നിങ്ങൾക്കറിയോ? ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ്, ഈ മറ്റേതാ അത് കണ്ടുപിടിച്ചത് ഗ്രഹാം ബെൽ, ഇത് കണ്ടുപിടിച്ചത് തോമസ് അൽവാ എഡിസൺ, അത് ഇത് കണ്ടുപിടിച്ചത് വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമുക്കറിയാം. ഇത് കണ്ടുപിടിച്ച ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഇത് കണ്ടുപിടിച്ചത് 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 1905 സാൻ ഫ്രാൻസിസ്കോയിലെ തണുപ്പുള്ള ഒരു രാത്രിയിൽ കേവലം ഒരു 11 വയസ്സുള്ള ഒരു കുട്ടി ഒരു ഗ്ലാസ്സിൽ സോഡ പൗഡറും വെള്ളവും ഇങ്ങനെ മിക്സ് ചെയ്യായിരുന്നു, ഒരു സ്റ്റിക്ക് വെച്ചിട്ട്. അവൻ എന്ത് ചെയ്തു? ഓവർനൈറ്റ് ഫുള്ള് അതങ്ങനെ വെച്ചിട്ട് അവൻ ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം എഴുന്നേറ്റ് വന്നപ്പോൾ ഈ സംഭവം ഇങ്ങനെ തണുത്തുറച്ചിരിക്കുകയാണ്. ഈ സോഡ പൗഡർ വെള്ളവും ഈ സ്റ്റിക്കും ഒക്കെ ഈ രൂപത്തിൽ, ഏകദേശം നമ്മുടെ ഈ പോപ്പ് സൈക്കിളിൻ്റെ രൂപം തന്നെ ഉണ്ടല്ലേ. അവൻ എല്ലാവർക്കും കൊണ്ടുപോയി അത് കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കുട്ടികളാണ്, അവൻ്റെ ഫ്രണ്ട്സും അതേ പ്രായത്തിലുള്ളവരാണ്. അപ്പോൾ അതിനെ അവൻ അന്ന് എപ്സിക്കിൾ എന്ന പേരാണ് വിളിച്ചിരുന്നത്. ആ വ്യക്തിയാണ് ഈ വ്യക്തി. ഫ്രാങ്ക് എപ്പേഴ്സൺ എന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പേര്. ഇന്നും പോപ്പ് സൈക്കിൾ ഉണ്ടാക്കിയത് ആരാണെന്നും പോപ്പ് സൈക്കിൾ സ്റ്റോറി എന്നൊക്കെ ചോദിച്ചാൽ ഈ ഒരു സ്റ്റോറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആരാണ് പോപ്പ് സൈക്കിൾ എന്ന പേര് കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴും ഈ പേര് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹം എപ്സിക്കിൾ എന്ന പേര് കൊടുത്തെങ്കിലും പിന്നീട് പോപ്പ് സൈക്കിൾ എന്ന പേരിലേക്ക് ഈ സംഭവത്തിൻ്റെ പേര് മാറിയിട്ടുണ്ട്. 1905 അവനിത് കണ്ടുപിടിച്ചെങ്കിലും 1924 ഇതിൻ്റെ പാറ്റന്റ് എടുക്കേണ്ടായിരുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളുമായിട്ട് ഇരിക്കുന്ന ഫോട്ടോയാണ്. 50 വർഷത്തെ പോപ്പ് സൈക്കിളിൻ്റെ ആനിവേഴ്സറിയിൽ 78 വയസ്സുള്ള അദ്ദേഹം തൻ്റെ ഗ്രാൻഡ് ഡോട്ടറുമായിട്ടാണ് നിൽക്കുന്ന ഫോട്ടോയാണത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളും ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും, ആദ്യമായിട്ടല്ല കേൾക്കുന്നതെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.